റോഡിൽ നാളെ സെക്യൂരിറ്റി ജീവനക്കാരനെ മറ്റോ ചവിട്ടിയ സ്ഥലം അതാ. അവിടെ പോയി കണ്ടു സിനിമ. 150 ഉറുപ്പ്യ കൊടുത്തത്. സിനിമ കണ്ടു, പുറത്തിറങ്ങി. ഓണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയെ കണ്ടപ്പോൾ സഖാവിനോട് പറഞ്ഞു, സഖാവേ ഞാൻ സിനിമ കണ്ടുട്ടോ. ഞാൻ ചോദിച്ചു ഏടുന്ന്? RP മാളിന്ന്. ഏതാ സിനിമ? പെരിച്ചായി. ഇങ്ങനെയുണ്ട്, നന്നോ? ഓ നന്നായി, പക്ഷെ മുടിഞ്ഞ പൈസയാടെ. ഞാൻ ചോദിച്ചു എത്രയാ? 200. ഞാൻ പറഞ്ഞു എടാ എന്നെ പറ്റിച്ചല്ലോ. എന്തേനു? ഞാൻ നാളെ പോയപ്പോൾ മിനിയാന്നാണല്ലോ, ബുധനാഴ്ചയാണല്ലോ ഞാൻ പോയത്, 150 കൊടുത്ത്. അത് നിങ്ങൾക്ക് വിവരമില്ല എന്നിട്ടാ. നിങ്ങൾ പോയത് ബുധനാഴ്ച, ഞാൻ പോയത് ഞായറാഴ്ച. അതിന് വാങ്ങണ പൈസയാണ് പീക്ക് പീരീഡ്. തോനാളുള്ള മന്താണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ വിമാന കമ്പനികൾക്ക് മുന്നിൽ ആളുകൾ ക്യൂ നിൽക്കുന്ന സമയത്തിന് പറയുന്ന വാങ്ങുന്ന പൈസയുടെ പേരാണ് പീക്ക് പീരീഡ് ചാർജ്. 17,500 കൊടുക്കാൻ ബാധ്യതപ്പെട്ടവൻ 54,000 കൊടുത്താൽ നിലവിളിക്കില്ലേ? നിവേദനം കൊടുക്കില്ലേ? ആണ്. നിലവിളിച്ചു, നിവേദനം കൊടുത്തു. ഗവൺമെന്റ് പറഞ്ഞു ഒന്നിച്ച് താങ്ങാൻ സഹായിക്കാൻ പൈസ ഇല്ല, മൂട്ടിലൊന്ന് താങ്ങിത്തരാം. അതിന്റെ പേരാണ് സഖാക്കളെ ഹജ്ജ് സബ്സിഡി. ഹജ്ജ് സബ്സിഡി സാധ്യമാക്കിയിരുന്ന ഒരു നിയമം ഇപ്പല്ല, അതുകൊണ്ട് ആക്കിയിരുന്ന പാസ്റ്റ് ടെൻസ്, പ്രസന്റ് അല്ല. ഉണ്ടായിരുന്നൊരു നിയമം മലയാളത്തിലാക്കി ഞങ്ങളോട് പറയാം എളുപ്പത്തിന്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ഹജ്ജിന് സബ്സിഡി കിട്ടിയിരുന്ന ഒരു നിയമമുണ്ട്, സാധ്യമാക്കിയിരുന്ന ഒരു നിയമം. അതിങ്ങനെയാണ്: ഇന്ത്യ രാജ്യത്തിന് പുറത്ത് തീർത്ഥാടനത്തിന് പോകുന്ന സകല മതവിശ്വാസികൾക്കും യാത്രാ ചെലവിന്റെ ഒരു ഭാഗം ഗവൺമെന്റ് സബ്സിഡി നൽകും. തെറ്റിപ്പോവരുതേ. ഇന്ത്യക്ക് പുറത്ത്, അകത്ത് പോയാൽ കിട്ടില്ല. തീർത്ഥാടനത്തിന്, കച്ചവടത്തിന് പോയാൽ തരില്ല. ഇന്ത്യക്ക് പുറത്ത് തീർത്ഥാടനത്തിന് പോകുന്ന സകല മതവിശ്വാസിക്കും ഇന്നാക്കുന്നില്ല. യാത്രാ ചെലവിന്റെ ഒരു ഭാഗം ഗവൺമെന്റ് സബ്സിഡൈസ് ചെയ്യും, അനുമതി കൊടുക്കും. അങ്ങനെയാ സഹായിക്കുന്ന. ഇന്ത്യക്ക് പുറത്താണ് മക്കത്തെ കയബ, ചോറ്റാനിക്കര, കാടാമ്പുഴ, മുത്തപ്പൻകാവ്, പിഷാരിക്കാവ്, വൈക്കം, ഏറ്റുമാനൂർ, ശബരിമല, ഗുരുവായൂർ. ഇതൊക്കെ ഇന്ത്യക്കകത്താ. ഉറങ്ങണതിനനുസരിച്ചല്ലേ കൂർക്കം വലിക്കുക. ഇന്ത്യക്കകത്തുള്ളതിന് പണമില്ലാന്ന്, ഇന്ത്യക്ക് പുറത്തുള്ളതിനേ പണമുള്ളൂ. എന്നാ പിന്നെ കിട്ടണോ വിചാരിച്ച് ഇതൊക്കെ കൂടി ഏർപ്പാടാക്കി വണ്ടിയും വിളിച്ച് പുറത്തേക്കാക്കാൻ കഴിയുമോ? പോക്കൊരു കുട്ടിക്ക് ചെരുപ്പ് വാങ്ങാൻ പോയി കളിയെടുക്കാനാവോ? പോക്കൊരു കുട്ടിക്ക് വേണ്ടത് 7 ഇഞ്ച് ചെരുപ്പാ. മൂപ്പര് കൂടിയെ പോയി ചോദിച്ചു 7 ഇഞ്ച് അവായിക്ക് എന്താ വില? 220. 10 ഇഞ്ചിനോ? 220. എന്നാ അങ്ങനെ നിങ്ങൾ ലാഭാക്കണ്ട, 10 ഇഞ്ച് നമ്മോ എന്തിന് 7 മതി. മനസ്സിലായില്ല നിങ്ങൾ? ഈ ജാതി പൊട്ടത്തരം കളിക്കാൻ കഴിയും? ഇന്ത്യ രാജ്യത്തിനകത്തുള്ളതിന് പണം കൊടുക്കാൻ ഇന്ത്യയിൽ വ്യവസ്ഥയില്ല. ഇന്ത്യക്ക് പുറത്തുള്ളതിന് കൊടുക്കാൻ വ്യവസ്ഥയുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, വ്യക്തതയ്ക്ക് വേണ്ടി പറയുകയാണ്. ഇന്ത്യക്കകത്ത് തീർത്ഥാടനത്തിന് പോകുന്ന ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുണ്ട്. അജ്മീർ ഉൾപ്പെടെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒരു വർഷം ലക്ഷങ്ങളാണ് സന്ദർശനം നടത്തുന്നത്. ഇന്ത്യക്കകത്തുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ മുസ്ലിങ്ങൾ പോയാൽ ഒരു നയാ പൈസ കൊടുക്കണില്ല. ഇന്ത്യക്കകത്തുള്ള ഹിന്ദു ക്ഷേത്രങ്ങളിൽ തീർത്ഥാടനത്തിന് പോയാൽ ഒരു നയാ പൈസ കിട്ടില്ല. ഇന്ത്യക്ക് പുറത്തുള്ള മുസ്ലിം കേന്ദ്രങ്ങളിൽ പോയാൽ എമ്പാടും പൈസ കിട്ടും. ഇന്ത്യക്ക് പുറത്തുള്ള ഹിന്ദു കേന്ദ്രങ്ങളിൽ പോയാലും എമ്പാടും പൈസ കിട്ടും. അപ്പൊ ഒരു സംശയം, ഇന്ത്യക്ക് പുറത്ത് ഹിന്ദുക്കൾക്ക് തീർത്ഥാടന കേന്ദ്രമുണ്ടോ? ഉണ്ട്. ഏതാ? ഒന്ന് ഞാൻ പറയാൻ നേരമില്ലാത്തതുകൊണ്ട്. മാനസ സരോവരം. അത് ഇന്ത്യക്ക് പുറത്താണ്, ടിബറ്റ് എന്ന് പറയുന്ന രാജ്യത്താണ്. ശിവപുരാണം വായിച്ചാൽ അറിയാം, ശിവനൊരു യുദ്ധം കഴിഞ്ഞ് വന്നപ്പോൾ ചളിയും ചോരയൊക്കെ കൈ പറ്റിയപ്പം അന്ന് വാട്ടർ ടാപ്പൊന്നുമില്ല, ജോഗറിന്റെ ഒന്നും. അതുകൊണ്ട് തടാകത്തിൽ കൈ കഴുകിയതാ. ആ തടാകത്തിലെ കൈ കഴുകാൻ ഉപയോഗിച്ച തടാകമാണ്, ലേക്കാണ് മാനസ സരോവരം. പുരാണം പറയുന്നത് അതിലൊരു തുള്ളി വെള്ളം അകത്തെത്തിയ 7 ജന്മത്തിലെ പാപം അപ്പം പ്യൂരിഫൈ ചെയ്യപ്പെടുന്ന, വിമലീകരിക്കപ്പെടുന്ന അത്ര പ്രാധാന്യമുള്ളതാണ് ഹിന്ദുക്കൾക്ക് ഈ കേന്ദ്രം. കഴിഞ്ഞ വർഷം കേരളത്തിലെ 42 പേരടക്കം, കൃത്യമായി മനസ്സിലാക്കണം, കഴിഞ്ഞ വർഷം കേരളത്തിലെ 42 പേരടക്കം ഇന്ത്യക്കാരായ 10,042 ഹിന്ദു സഹോദരന്മാർ മാനസ സരോവരത്തിലേക്ക് തീർത്ഥാടനത്തിന് പോയി. പ്രിയപ്പെട്ടവരെ, 10,042 മാനസ സരോവര തീർത്ഥാടകർക്കും ഹജ്ജാജിമാരായ മുസ്ലിങ്ങൾക്ക് കിട്ടിയതുപോലെ ഹജ്ജ് സബ്സിഡി പോലെ ആനുകൂല്യം വാങ്ങിയിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. സന്തോഷം. CPM-ന് ഞങ്ങൾക്കൊരു തർക്കമില്ല. മാനസ സരോവരത്തിലേക്ക് പോകുന്നത് പറയാത്ത, ഹജ്ജിന് പോകുന്നത് മാത്രം പുലമ്പി പറയുന്ന ശശികലയുടെ കുബുദ്ധി, കുറുക്കൻ കൗശലം, രാഷ്ട്രീയ ബോധം എത്രമാത്രം വികലമാണ് എന്ന് നിങ്ങൾ വിലയിരുത്തിയാൽ മതി. പോട്ടെ. ഇനി RSS പറയുന്നത് പോലെ മാപ്പിളയ്ക്ക് കൊടുക്കുന്നത് തെറ്റും ഹിന്ദുവിന് കൊടുക്കാതിരിക്കുന്നത് മോശവുമാണെങ്കിൽ, ഒന്ന് മുസ്ലിം പ്രീണനവും മറ്റേത് ഹിന്ദു പീഡനവുമാണെങ്കിൽ, എന്റെ ശശികല ടീച്ചറെ, 6 കൊല്ലക്കാലം ഇന്ത്യ രാജ്യം ഭരിച്ചില്ലേ RSS? അന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടായിരുന്നോ? അടൽജി, അഡ്വാൻജി, മുരളി മനോഹർ ജോഷി ജി, കേരളത്തിൽ നിന്നോ രാജഗോപാൽ ജി ഒക്കെ വലക്കൊക്കെ ചുറ്റിടും പോലെയാണ് നിങ്ങൾ പേര് പറയുക. ജി കൂട്ടിയിട്ടാണല്ലോ. ഇവരൊക്കെ രാജ്യം ഭരിച്ചതാ. RSSകാർ ഇന്ത്യ രാജ്യം ഭരിച്ച 6 കൊല്ലക്കാലത്തിനിടയിൽ എന്തേ 50 കാശ് കുറയ്ക്കാതിരുന്നു ഹജ്ജ് സബ്സിഡി? നിങ്ങളല്ലേ ഭരിച്ചത്. കോഴിക്കോട്ടെ നാടൻ പ്രയോഗം പറഞ്ഞ ഞങ്ങൾക്ക് തിരിയോന്നറിയില്ല. കൈയോണ്ടെത്തുന്ന കായ പിന്നെ താഴത്തുനിന്ന് ആരെയും തോണ്ടി കളിക്കടോ? പറിച്ചിങ്ങോട്ട് ഇറങ്ങിയാ പോരെ.
കൈകൊണ്ടെത്തുന്നതെന്തിന് തോട്ടികെട്ടി തോണ്ടിക്കളിക്കുന്നു. 6 കൊല്ലക്കാലം അധികാരത്തിലുണ്ടായിരുന്നില്ലേ RSS? 50 പൈസ കുറച്ചോ ഹജ്ജ് സബ്സിഡി? മാപ്പളാർക്ക് കൊടുക്കുന്ന തെമ്മാടിത്തം കുറക്കില്ല. എന്താ കാരണം എന്നറിയോ? 3 മുസ്ലിം മന്ത്രിമാരുണ്ടായിരുന്നു കേന്ദ്രമന്ത്രിസഭയിൽ. മുഷ്താഖ് അബ്ബാസ്, അലി നഖവി, മുഹമ്മദ് സിക്കന്ദർ ബക്ത്, സയ്യിദ് ഷാനവാസ് ഹുസൈൻ. 3 മുസ്ലിമാ. അവനും കൂടി ഒപ്പുവെച്ചാലേ വാജ്പേയിയുടെ കാൽമുട്ടിന്റെ ചിരട്ട മാറ്റിവെക്കാൻ കുമരകത്തേക്ക് വരുമ്പം കരിമീൻ പൊള്ളിച്ചത് തിന്നാൻ കാശു പാസാവൂ. മനസ്സിലായോ? RSSന്റെ കേന്ദ്രമന്ത്രിസഭയിൽ മന്ത്രിമാരായ മുസ്ലിങ്ങൾ 3 പേർ കൂടി ഒപ്പുവെച്ചാലേ നിയമം പാസ്സാകൂ. അതുകൊണ്ടാണ് RSS അത് ചെയ്യാതിരുന്നത്. മറക്കണ്ട. അന്നു ചെയ്യാതിരുന്ന RSS ശശികല ഇപ്പൊ പറയാണ് അബ്ദുറഹ്മാന്റെ പള്ളക്ക് കയറ്റാൻ അരവിന്ദാക്ഷ കുടാള് മൂർച്ച കൂട്ടിക്കോന്ന് നാട്ടുകാരെ പറ്റിക്കുകയാണ്. അതുകൊണ്ട്